താരം തിളങ്ങുമോ എന്നാണ് ചോദ്യം. താരം തിളങ്ങുമോ മാധു? ഇന്ന് തിളങ്ങിയെന്നാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ MGR ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ഒരു വികാരം, MGR എന്ന് പറയുമ്പോൾ ഈ കാലമല്ലല്ലോ, അന്ന് ദൈവം എന്ന നിലയ്ക്കാണ് തമിഴ്നാട് രാഷ്ട്രീയം കണ്ടിരുന്ന ഒരൊറ്റ നേതാവ്. അപ്പോൾ അതുപോലെ വികാരഭരിതമായ ഒരു സാഹചര്യം ഇന്ന് തമിഴക രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയാണ്. സി ജോസഫ് വിജയ് എന്നും ഞാൻ, പിന്നെ മറ്റേ നീണ്ടൊരു കരഘോഷമാണ് ഓരോ വരിയിലും ഓരോ വാക്കിലും. വിജയ് ഇപ്പം ഈ ഡയലോഗ് കാണാതെ പഠിക്കാൻ വേറെ ആരും ചെന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങെന്ന് പറയുന്നത് ചട്ടപ്പടി ഭാഷയിൽ, ചട്ടപ്പടി ഏറ്റവും അരസികമായ ഒരു കാഴ്ച. നമുക്ക് രാഷ്ട്രീയമായ വലിയ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നേതാക്കൾ മുഖ്യമന്ത്രിയായി എന്നുള്ളൊരു ആവേശമുണ്ട്. അതിനപ്പുറത്ത് ഇത് രോമാഞ്ചമാണ്. തമിഴക രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രഖ്യാപനം, ഇടിമുഴക്കം പോലെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. നമുക്ക് വിജയ് എന്ന നടനോടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തോടോ ഒന്നുമില്ലെങ്കിൽ പോലും അതൊരു മൊമെൻ്റാണ്. നമ്മുടെ ഈ ഒരു പതിറ്റാണ്ടിനൊക്കെയിടയിൽ സംഭവിക്കുന്നത് പോലത്തെ ഒരു മൊമെന്റിന് നമ്മളിങ്ങനെ സാക്ഷ്യം വഹിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെ സ്റ്റോറിയിൽ BGM ഇട്ടപ്പോണ്ടല്ലോ, അത് കംപ്ലീറ്റ് മാറി. നമ്മളിതില്ലാതെയാണല്ലോ ആദ്യം കേൾക്കുന്നത്. അപ്പോൾ ആ അങ്ങനെയാണ് ഓരോ വാക്കും ഉച്ചരിക്കുന്നത്. അത് ജനങ്ങളുടെ കണ്ണിൽ നോക്കിയാണ് അത് സംസാരിക്കുന്നത്. സ്വാഭാവികമായി ഒരു വാഗ്ദാനം എന്ന നിലയ്ക്ക് തന്നെയാണ് അതിനോട് ആഭിമുഖ്യമുള്ള മനുഷ്യർ അതിനെ റിസീവ് ചെയ്തത് എന്ന് നമുക്ക് അവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരുടെയും ആഹ്ലാദത്തിൽ നിന്ന് കാണാൻ കഴിയും എന്നതാണ്. ഇതിൽ വിജയ് എന്ന പേര് ഉച്ചരിക്കാൻ പോലും DMK ഒരു സമയത്ത് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഇതെത്ര കണ്ടതായെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. കാരണം ആരൊക്കെയാണ്, രജനീകാന്ത്, കമലഹാസൻ, ഇവരെല്ലാവരും പ്രഖ്യാപിക്കുകയും ഇവർക്കൊക്കെ വലിയ ആരാധക വൃന്ദമുള്ളതാണല്ലോ. ഒന്നും നടക്കാതെ പോയിടത്തിനി വിജയ് ആണോ എന്ന് ചിന്തിച്ചവരെത്രയാണ്. അവിടെയാണ് ഈ പറയുന്ന ഇത്രയും മാസങ്ങൾക്കുള്ളിൽ മാത്രം ഒരത്ഭുതം നടക്കുന്നത് പോലെ വിജയുടെ ഇന്നത്തെ ഈ അധികാരമേറൽ നമ്മൾ കാണുന്നത് എന്നത് പ്രധാനമാണ്. എന്തിന് ആക്സിസ് മൈ ഇന്ത്യ ഇവിടെ എക്സിറ്റ് പോൾ ഫലം വന്നപ്പം പുച്ഛിച്ചവർ എത്ര പേരാണ്? അത് നടക്കില്ല, അതായത് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ വേണം, നമുക്ക് അസാധുവാക്കി പറയാൻ ഒരൊറ്റ ഉദാഹരണം മതി, അത് വിജയ് അധികാരത്തിലേറും എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞവരെത്രയാണ്? അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാവുകയാണ്. അങ്ങനെ പുച്ഛിച്ചവരെ, തള്ളി പറഞ്ഞവരെ, എഴുതി തള്ളിയവരെ ഒക്കെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വീരേതിഹാസം രചിക്കുന്നത് പോലെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങുണ്ടായത് എന്നുള്ളതാണ്. ഈ മൊമെൻറ്റം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ ശരിയാണ്, അതിൽ ഈ തിരുക്കുറൽ വചനമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുദ്രാവാക്യം. പിറപ്പൊക്കും എല്ലാ ഉയിർക്കും, അത് തന്നെയാണ് ഇന്ന് വിജയ് അതിനുശേഷം അണികളെ അഭിസംബോധന ചെയ്യുമ്പോഴും പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നത് തന്നെയാണ് നമുക്ക് പ്രഥമമായി നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യം. ഈ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയത് പക്ഷേ ഈ 6 മാസക്കാലം കൊണ്ടല്ല. ഓരോ സിനിമയിലും, ഇപ്പോൾ നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ GST വിഷയം വന്നപ്പോൾ, നാസരയുടെ സമരം വന്നപ്പോൾ, ഓരോ സിനിമയും ഇപ്പോൾ വിജയ് സാധാരണഗതിയിൽ വന്ന് കേൾക്കുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാതെ സൈൻ ചെയ്യുന്ന ഒരു താരമല്ല. വിജയ്ക്ക് വേണ്ടിയാണ് സിനിമകൾ ഉണ്ടാക്കപ്പെടുന്നത് എന്നത് പ്രധാനമാണ്. അപ്പോൾ അതിലുള്ള ഡയലോഗ് എന്താണ്, അതിലെ രാഷ്ട്രീയം എന്താണ്, അതിൽ ആരെ എതിർക്കണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ആർക്കൊപ്പം നിൽക്കണം എന്നൊക്കെ നിർണയാധികാരമുള്ള ഒരു നായകൻ കൂടിയാണ് എന്നിരിക്കെയാണ് ഈ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളെല്ലാം വന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും അവസാനത്തെ പടം പെട്ടിയിലിരിക്കുന്നത്. അത് ഇനി റിലീസാകുമായിരിക്കും. എന്തായാലും ജനനായകൻ ഇന്ന് റിലീസായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ MGRലൂടെ, ജയലളിതയിലൂടെ, കരുണാനിധിയിലൂടെ, NTRലൂടെയൊക്കെ വളർന്ന് പന്തലിച്ചൊഴുകിയ തെന്നിന്ത്യൻ രാഷ്ട്രീയം വീണ്ടും ഈ താരത്തിളക്കത്തിലൂടെ പൂത്തുലയുന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. അതിലൊരു കൗതുകം എന്ന് പറയുന്നത്, കരുണാനിധിയുടെ തൂലികയിൽ എഴുതിയ സിനിമയിലൂടെയാണ് MGR വലിയ താരമായി ഉയർന്നു വരുന്നത്. ആ തൂലികയിൽ നിന്ന് തെളിഞ്ഞ രാഷ്ട്രീയ ചിത്രത്തിലാണ് MGR നിറഞ്ഞു കളിച്ചതും. അവിടെ നിന്നാണ് പുരട്சி തലൈവനായി മാറുന്നത്. അതുപോലെ വിജയ്ക്ക് ഈ സിനിമയിലൂടെ പറഞ്ഞ രാഷ്ട്രീയത്തെ തമിഴക രാഷ്ട്രീയത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, വിജയുടെ ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം എല്ലാവരെയും പിന്തുണച്ച എല്ലാവരെയും എടുത്തു പറയുന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി തൊട്ടടുത്ത സീറ്റിലിരിപ്പുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് തമ്മിൽ ഒക്കെ. അവിടെ രാഹുൽ ഗാന്ധി ഒരു ജനവിധി എന്താണ്, ജനങ്ങളുടെ വികാരം എന്താണ് എന്നതുകൂടി വളരെ കൃത്യമായി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, കേവല ഭൂരിപക്ഷമില്ലാതെ ഒരു സംസ്ഥാനത്ത് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് രാഷ്ട്രീയമായ ചർച്ചകൾക്കൊടുവിൽ അധികാരത്തിലേറുന്നത് രാഹുൽ ഗാന്ധി കണ്ടു. അദ്ദേഹം ഇന്നലെ ഒരു ചർച്ചയ്ക്ക് കേവല ഭൂരിപക്ഷം വേണമെങ്കിൽ 1.5 കേവല ഭൂരിപക്ഷം
ഉള്ള സ്വന്തം പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാരത്തൺ ചർച്ചകളുടെ ഭാഗമായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ പഴയ ഈ പറയുന്ന പാർട്ടികൾക്ക് ഇന്നലെ കുരുത്ത പാർട്ടികളിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഏറെയുണ്ട് എന്നത് വളരെ കൗതുകത്തോടു കൂടി നമ്മൾ കണ്ട ഒന്നാണ്. വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് 60 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് 2500 രൂപ, 6 സിലിണ്ടറുകൾ, വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് പട്ടുസാരി, 1 പവൻ, കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ സ്വർണ്ണമോതിരം, ഇങ്ങനെ പലതും. പക്ഷെ പണമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനൊപ്പം വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ചില പ്രഖ്യാപനങ്ങളുണ്ട്. മദ്യരഹിത തമിഴ്നാട് എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 48,344 കോടി സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മദ്യവരുമാനം തമിഴ്നാട് സർക്കാരിന്റെ. അത് ഒഴിവാക്കിക്കൊണ്ട് ഇത്രയും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ എങ്ങനെ നടക്കും എന്നുള്ള ചോദിക്കുന്നുണ്ട്. അത് നടക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണെന്ന് തോന്നുന്നു സ്റ്റാലിൻ 6 മാസത്തേക്ക് ഞങ്ങളില്ല, നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കാൻ പറയുന്നത് എന്ന് നോക്കുന്നു. വളരെ കൗതുകത്തോടു കൂടിയാണ് കാണുന്നത്. തിളക്കം ഈ ഇന്നത്തെ ഒരു മനസ്സിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള തമിഴകത്തിന്റെ രാഷ്ട്രീയം തൊട്ടു നിൽക്കുന്ന ഈ തിളക്കം എല്ലാ കാലത്തും ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ. Meet the editors.